താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്താ വെച്ചാൽ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമ്മളുടെ കോഴ്സ് ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ കോഴ്സ് ആരംഭിക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ EFT എന്ന് പറയുന്ന കോഴ്സ് ഇന്ന് വൈകുന്നേരം ആരംഭിക്കാൻ പോവാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതേപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും. അവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തായാലും ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് വരിക. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ആ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾ എന്ത് ചെയ്യും, ദൂരീകരിക്കാം. അതേപോലെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ വെച്ചാൽ എന്താണ് EFT എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പരിചയപ്പെടുത്താം. പുതിയ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്താണ് EFT എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹീലിംഗ് മെത്തേഡാണ്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്ററുകൾ കണ്ടിട്ട്, വീഡിയോസ് കണ്ടിട്ട് എന്താണ് EFT ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ വന്നവരോടൊക്കെയാണ് ഞാൻ എന്ന് വെച്ചാൽ ഇത് മറുപടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതായത് നമ്മളുടെ ഇമോഷൻസിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, നമ്മളെ ഇമോഷൻസിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്ന ഒരു ടൂളാണ്. ഇപ്പൊ ഈ ഇമോഷൻസിൽ നിന്ന് എന്തിനാണ് ഫ്രീ ആവുന്നത്? പലപ്പോഴും നമ്മൾ നമ്മുടെ ഇമോഷൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ വെച്ചാൽ ഡിസിഷൻസ് പാളിപ്പോകുന്നത്. നമ്മളൊരിക്കലും ഇമോഷൻസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളായി മാറുന്നത്, മറിച്ച് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറും. ഇമോഷൻസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ വരിക, നമ്മുടെ പ്ലാനുകൾ വരിക, നമ്മുടെ പദ്ധതികൾ വരിക, അപ്പൊ അത് നമ്മുടെ ലൈഫിനെ വല്ലാണ്ട് എന്താകും, നമ്മളൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ആവും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ബിഹേവിയർ ഉള്ളവരെല്ലാവരും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ. എന്താണ് ഇമ്പൾസീവ് എന്ന് പറയുന്നത്? ഇമ്പൾസീവ് എന്ന് പറയുന്നത് നമ്മളുടെ തീരുമാനങ്ങൾ ആലോചിച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയില്ലാതെ നമ്മൾ എടുക്കുന്ന അവസ്ഥ. ആലോചിച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക. അതായത് എന്താണ് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും വികാരങ്ങൾ ഈ യുക്തിയെ ബേസ് ചെയ്തുകൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ. മനസ്സിലാവുന്നുണ്ട്? ശരിയായ തീരുമാനങ്ങളിലേക്ക് പോകാതെ നമ്മൾക്ക് പെയിന് വരുമ്പോൾ ആ പെയിനിനെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കുക. നമ്മൾ ഏറ്റവും ദേഷ്യമുള്ള സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുക. അതേപോലെ നമുക്ക് വല്ലാണ്ട് ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ഉള്ള സമയത്ത് തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്തു പോവുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ, എക്സൈറ്റ്മെന്റ് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഇറങ്ങി പുറപ്പെടും. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയാം, പക്ഷെ എന്നാലും അതിലേക്ക് എന്ത് ചെയ്യും, എത്തിപ്പോകും. അത് ചിലപ്പോൾ ഒരു മോശം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ള എന്തെങ്കിലും ശീലങ്ങളിലേക്കായിരിക്കാം, കൂട്ടുകെട്ടുകളിലേക്കായിരിക്കാം. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകുന്നത് നമ്മുടെ ഇമോഷൻസിൽ നമ്മൾ അടിമപ്പെട്ടതുകൊണ്ട്. കാരണം നമ്മളുടെ വേദനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ വേദനകളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മളിൽ അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരുപാട് ട്രോമയും പെയിനും സംഗതികളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ തീരുമാനങ്ങൾ പലപ്പോഴും എന്താകും, ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടല്ലാത്ത സൂക്ഷ്മത എന്ന് പറയുന്ന ഒരു സംഗതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ രണ്ട് രീതിയിൽ ഡിറ്റാച്ച്ഡ് ആവണം. ഫിസിക്കലി ഡിറ്റാച്ച്ഡ് ആണ്, നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഫിസിക്കലി ഡിറ്റാച്ച്ഡ് ആവണം. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവണം. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നത് എങ്ങനെയാണ്? EFT അതിന് ബെസ്റ്റ് ടൂളാണ്. അതിൽ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫിസിക്കലിയും ഡിറ്റാച്ച്മെന്റ് വെക്കാൻ കഴിയൂ. ഇമോഷണലി നമ്മൾ ഫ്രീ ആവണം. നമ്മൾ എന്ന് പറയുന്ന ഇമോഷൻസ് ബാധിക്കാത്ത, നമ്മളുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാത്ത ഫ്രീ ആയിട്ടുള്ള ഒരാൾ. നമുക്ക് പലപ്പോഴും ജോലി ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? മൂഡില്ല. ഈ മൂഡ് എവിടുന്ന വരുന്നത്? നമുക്കൊരു മൂഡില്ല എന്ന് പറയില്ലേ, അതിനുള്ളൊരു ഉന്മേഷം ഇല്ല. ഈ ഉന്മേഷം എവിടുന്ന വരുന്നത്? ആവേശം എവിടുന്ന വരുന്നത്? മൂഡ് എവിടുന്ന വരുന്നത്? ഇതൊക്കെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട്. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിന്റെ കളികളാണ്. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് നമുക്ക് സംഭവിക്കാതിരിക്കാൻ, മൂഡ് സ്വിങ്സ് കുറക്കാൻ
നമ്മൾക്ക് ദേഷ്യം വരുന്നു, നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് ദേഷ്യം വരുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പെരുമാറുന്നു. നമ്മുടെ ഉള്ളിൽ നമുക്കൊരാൾക്ക് ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇമോഷൻസ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇമോഷൻസ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, വികാരങ്ങൾ നമ്മളെ നയിച്ചു കഴിഞ്ഞാൽ എന്തായി പോകും? നമ്മുടെ ജീവിതം ആക്സിഡന്റുകളിലേക്ക് പോകും. ഒരുപാട് ആൾക്കാരുടെ ലൈഫ് എന്താ വെച്ചാൽ വികാരങ്ങളാണ്. വികാരങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ അതിൽ നിന്ന് ഫ്രീ ആയാൽ തന്നെ നമ്മുടെ ലൈഫ് എന്താകും? സേഫ് ആകും. നമുക്ക് എന്താ വേണ്ടത്? സേഫ്റ്റി അല്ലേ വേണ്ടത്? നമുക്ക് വേണ്ടത് സേഫ്റ്റിയാണ്. നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ, നല്ല രീതിയിലൂടെ, നല്ല ട്രാക്കിലൂടെ നമ്മുടെ ലൈഫ് പോകണം. നല്ല ട്രാക്കിലൂടെ, നല്ല രീതിയിലൂടെ നമ്മുടെ ലൈഫ് പോകണം എന്നുണ്ടെങ്കിൽ ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആവണം. അതിനാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആക്കുന്ന ടെക്നിക്, അതാണ് EFT. ഇമോഷണലിൽ നിന്ന് ഫ്രീ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ശരി എന്താണോ ആ ശരിയിലൂടെ, സെൻ മാർഗം എന്താണോ ആ ശരിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് ശരിയായ ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ കൊതിയുള്ള ഭക്ഷണം എപ്പോഴാണോ തോന്നുന്നത്, ക്രേവിങ്സ് വരുമ്പോൾ അതിങ്ങനെ കഴിക്കാൻ തോന്നുന്നത് കഴിക്കുക. സിഗരറ്റ് വലിക്കാൻ തോന്നുന്നു, ഇമോഷൻസ് ആണ്, അത് വലിക്കാൻ തോന്നുന്നു വലിക്കുക. മദ്യം കഴിക്കാൻ തോന്നുന്നു, അത് കഴിക്കുക. അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തോന്നുന്നു, അത് കഴിക്കുക. അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളിലേക്ക് പോകാൻ തോന്നുന്നു, അത് കഴിക്കുക. അതല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, മടി പിടിച്ചിരിക്കാൻ തോന്നുന്നു, വെറുതെ ഇരിക്കാൻ തോന്നുന്നു, അത് ചെയ്യുക. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ സമയം പാഴാക്കാൻ തോന്നുന്നു, അത് ചെയ്യുക. സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പോകാൻ തോന്നുന്നു, അത് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇമോഷൻസിന്റെ പിറകെ പോലാണ്. ആ ഇമോഷൻ കട്ടാവണം, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണം. അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ നമുക്ക് എന്താവും? നമ്മൾ ഫ്രീ ആവും. നമ്മുടെ ദേഷ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരാളോട് ദേഷ്യപ്പെടും. എന്തുകൊണ്ടാ? ഇമോഷൻസിൽ കുടുങ്ങി കിടക്കുകയാണ്. ആ ഇമോഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ദേഷ്യത്തെ നമ്മൾക്ക് എന്താ വെച്ചാൽ മാനേജ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇമോഷനിൽ നിന്ന് ഫ്രീ ആവണം. സോ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ഇനിയും ജോയിൻ ചെയ്യാൻ വൈകിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള 10 ദിവസം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കം ആൻഡ് ജോയിൻ ആൻഡ് ലേൺ ദിസ് ടെക്നിക് ഡെപ്തിൽ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇമോഷൻസ് നമ്മളെ നയിക്കാതിരിക്കട്ടെ, നമ്മൾക്ക് നമ്മളുടെ ശരിയായ വഴികൾ നമ്മളെ നയിക്കട്ടെ, നമ്മുടെ സൂക്ഷ്മത നയിക്കട്ടെ. നമ്മുടെ യുക്തിയും നമ്മുടെ അതിബുദ്ധിയും നമ്മളെ നയിക്കരുത്. യുക്തി നമ്മളെ നയിക്കണം, പക്ഷെ അതെന്തായിരിക്കും? യുക്തി മാത്രം നയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ശരികൾ നമ്മളെ നയിക്കണം. എന്താണ്? യുക്തികൾ മാത്രം നയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ലോജിക്കൽ മൈൻഡ് മാത്രം നയിച്ചു കഴിഞ്ഞാലും ലൈഫിൽ എന്തുണ്ടാവില്ല. അപ്പം ശരികളിലേക്ക് പോകണം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എന്താ വെച്ചാൽ ഈ ശരി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുമ്പം ഹൃദയം കൊണ്ട് ഹൈലി ഇമോഷണലി പോകാതെ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ. ഹൃദയത്തെ ചേർത്ത് പിടിച്ചു പോകണം. ഹൃദയം കൊണ്ട് പോകുമ്പോൾ അത് കുറച്ച് ഇമോഷൻ സൈഡാണ് അല്ലെ? ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം യുക്തിയുടെ സപ്പോർട്ട് ഉണ്ട്. രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് പോകണം. അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന, മനസ്സിലാകുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബാലൻസ്ഡ് ആയിട്ട് പോകണം, ശരികൾ പോകണം. നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ശരിയായ രീതിയിൽ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നുകയാണ്. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ശരിയായ രീതിയിൽ ഉള്ള ഒരാളെന്ത് തീരുമാനമെടുക്കും? ഒരു മാതൃകാപരമായിട്ടുള്ള വ്യക്തി എന്ത് തീരുമാനമാണ് എടുക്കുക? ഇപ്പൊ ചെയ്യേണ്ട ശരിയായ കാര്യം എന്താണ്? ഞാൻ ജോലിക്ക് പോകലാണ്, യെസ്, എന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റലാണ്, എന്റെ കടമകൾ നിറവേറ്റലാണ്, അതാണ് ശരി. ശരികളിലേക്ക് വരണം. അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇമോഷണലി ഫ്രീ ആവണം. പെയിനിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ട്രോമകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ഇമോഷൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന നമ്മളെ ഫ്രീ ആക്കി യഥാർത്ഥ നമ്മളിലേക്ക്, ഇമോഷൻസ് ബാധിക്കാത്ത ഇമോഷണലി ഫ്രീ ആയിട്ടുള്ള ഒരു നമ്മളുണ്ട്. ആ യഥാർത്ഥ അപ്പോഴാണ് നമുക്ക് നമ്മളുടെ എസെൻസ്, അപ്പോഴാണ് നമുക്ക് കൺട്രോൾ കിട്ടുക, അപ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി വരിക, ചിന്തിക്കുന്നതെല്ലാം ക്ലിയർ ആയിട്ട് മാറും. ശരിയായ തോന്നലുകളിലേക്ക് നമ്മളെ അത് നയിക്കും. ശരിയായ തോന്നലുകളിലേക്ക് നമ്മളെ അത് നയിക്കും.
ശരികളിലേക്ക് നമ്മൾ നിൽക്കും. ഇൻറ്റ്യൂഷൻ പവർ കൂടും നമുക്ക് പിന്നെ അതൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യില്ല. നമുക്കുണ്ടല്ലോ ഇപ്പൊ ഫീൽ ചെയ്യുന്ന ക്രേവിങ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അത് ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ, മോശം കാര്യം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ, സോഷ്യൽ മീഡിയ, അത് തോന്നില്ല നമുക്ക്. വി വിൽ ഫീൽ ഹാപ്പി വിത്തിൻ അവർ സെൽസ്. നമ്മൾക്ക് നമ്മളിൽ ഹാപ്പി ആവുന്ന ഒരു അവസ്ഥ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? EFT എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മളുടെ ശരീരത്തിൽ 10-20ഓളം ലൈക്ക് ഒരുപാട് പോയിന്റ്സുകളുണ്ട്. മെറീഡിയൻ പോയിന്റ്സ് എന്ന് പറയും. അതിന് മലയാളത്തിൽ വേറെ രീതിയിൽ നമുക്ക് പറയും മർമ്മം എന്ന് പറയും. അതിൽ അക്യൂപ്രഷർ പോയിന്റ്സ് എന്ന് പറയും. എനർജി പോയിന്റ്സ് എന്ന് പറയും. ഇതെല്ലാം ഒന്നിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റുകളിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന, വിരലുകൾ ഉപയോഗിച്ച്, നമ്മൾ കൈകൾ ഉപയോഗിച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എനർജി പോയിന്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മർമ്മങ്ങളിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും അത് ഏത് ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണോ, ഏത് പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണോ, ഏത് അസുഖം ബേസ് ചെയ്തിട്ടാണോ, ഏത് ശരീരവേദന ബേസ് ചെയ്തിട്ടാണോ, ഏത് വിഷമം ബേസ് ചെയ്തിട്ടാണോ, ഏത് സങ്കടം ബേസ് ചെയ്തിട്ടാണോ, ഏത് ട്രോമ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഉദ്ദേശിച്ച് ടാപ്പ് ചെയ്യുന്നത്, ആ ട്രോമ അല്ലെങ്കിൽ ആ വിഷമം, ആ വേദന എവിടെയാണോ ശരീരത്തിന്റെ ഭാഗത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, എവിടെയാണോ അത് ഫീൽ ചെയ്യുന്നത്, ആ ഭാഗത്തേക്ക് സിഗ്നൽ പോവുകയും ആ ഭാഗത്ത് നിന്ന്, ആ ട്രോമയിൽ നിന്ന് ഇമോഷൻസിനെ റിലീസ് ചെയ്യും. ആ പെയിനുമായി ബന്ധപ്പെട്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻസ് ഇളകും, അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് അതിനെ അവിടെ ക്ലിയർ ചെയ്യാനും, ആ ഒരു ടോക്സിൻസ് റിലീസ് ചെയ്യാനും, അത് അവിടെ ക്ലിയർ ചെയ്യാനും, നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കിടക്കുന്ന പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ടാവും. ആ ഇമോഷൻസുമായി ബന്ധപ്പെട്ടോ, ആ അനുഭവവുമായി ബന്ധപ്പെട്ടോ, ആ ഓർമ്മയുമായി ബന്ധപ്പെട്ടോ, ആ ട്രോമയുമായി ബന്ധപ്പെട്ടോ, ആ അസുഖമായി ബന്ധപ്പെട്ടോ കിടക്കുന്ന ഉള്ളിൽ ഒരു ബിലീഫ് ഉണ്ടാകും, ഒരു കാഴ്ചപ്പാടുണ്ടാകും, ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാകും, ഒരു മീനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആകും. EFT ടാപ്പിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ, അപ്പൊ അവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആണ്, 10-20 വർഷത്തോളം ഉണ്ടായിരുന്ന പ്രോബ്ലം ആണെന്ന് വെച്ചാൽ അസിഡിറ്റി ഇഷ്യൂ. ചില പ്രത്യേക രീതിയിൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ സിബ്ലിങ്സ് എന്നെ പരിഹസിച്ചിരുന്ന സംഗതി എനിക്ക് പെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഭക്ഷണം നേരത്തിന് കഴിക്കില്ല, ഭക്ഷണം നേരത്തിന് കഴിക്കാൻ മടി, ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ അതാണ് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കുറെ കാലങ്ങളായിട്ട്. പക്ഷെ ഇത് എൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഇൻസിഡന്റുകൾ, ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ള ഇൻസിഡന്റുകൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അകൽച്ച, ഒരു വെറുപ്പ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെയിൻ ആണ്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ മടിയാണ്, ഭക്ഷണം നേരത്തിന് കഴിക്കില്ല. അപ്പൊ അവര് തന്നെ പറഞ്ഞു, വീട്ടിലുള്ളവർ തന്നെ പറയുന്ന മറ്റൊരു സംഗതിയാണെന്ന് വെച്ചാൽ, നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അസുഖം വരും, ഗ്യാസിന്റെ പ്രശ്നവും വരും. അപ്പൊ നേരത്തിന് ഭക്ഷണം കഴിക്കണം. ഈ ബിലീഫും എൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ഒന്നെന്താണ്, ഒരു ഇമോഷനാണ്, മറ്റൊന്നൊരു ബിലീഫുമാണ്. ഈ രണ്ട് ബിലീഫ് പ്രോഗ്രാംഡ് ആയി, ഇമോഷണൽ ബ്ലോക്കും ഉണ്ട്, പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബ്ലോക്കും ഉണ്ട്. ഇത് രണ്ടും കാരണം അതിൻ്റെ ഉള്ളിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സും സങ്കടവും പെയിനും കിടക്കുന്നത് കൊണ്ട് എനിക്ക് അസിഡിറ്റി വന്നു. ഞാൻ തെറാപ്പി ചെയ്ത സമയത്ത് ഞാൻ മനസ്സിൽ ക്ലിയർ ചെയ്തത് ഈ ഇമോഷണൽ ബ്ലോക്കും ഈ ഇമോഷണൽ പെയിനും റിലീസ് ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംഡ് ആയിട്ടുള്ള വിശ്വാസത്തെ റീപ്രോഗ്രാം ചെയ്തു. ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇത് ചെയ്ത് ഒരു 40 മിനിറ്റ് എടുത്തിരുന്ന് ചെയ്ത്, അതിനുശേഷം പിന്നീട് എനിക്കത് തീരെ ഇന്നേ വരെ അസിഡിറ്റിയുടെ പ്രോബ്ലം വന്നിട്ടില്ല. 20 വർഷത്തോളം ബുദ്ധിമുട്ടിയിട്ടുള്ള പ്രശ്നമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് അസുഖമാണുള്ളത്, മൈഗ്രെയിൻ ഉണ്ടോ, ഇതേപോലെ എന്തോ ഒരു ഇമോഷണൽ ബ്ലോക്ക് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവം, ഇതേപോലെ ഒരു ബിലീഫും കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണെങ്കിൽ വരും എന്നുള്ള സംഗതി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ വരും, അല്ലെങ്കിൽ ഇത്ര സമയത്തിനിടയ്ക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വെയിൽ കൂടുതൽ കൊണ്ടു കഴിഞ്ഞാൽ വരും. അതേപോലെ അലർജി പ്രശ്നങ്ങളുണ്ടോ, പൊടി തട്ടിയാൽ വരും. വെറുതെ അവിടെ താകണ്ട, പൊടി തട്ടേണ്ട, ജലദോഷം പിടിക്കും കേട്ടോ. മൂക്ക് പൊത്തിക്കോ,
അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ അത് വന്നിട്ട് എന്താ ജലദോഷം വിടും. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു വിശ്വാസമായിരിക്കാം, അത് നിങ്ങളുടെ ഉള്ളിൽ കയറി പൊടി തട്ടിക്കഴിഞ്ഞാൽ, പൊരിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി, ഗ്യാസ് ഉണ്ടാകും, അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന സംഗതികൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കമാൻഡുകൾ നമ്മുടെ ഉള്ളിൽ, അപ്പൊ ഇതിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് നിയമത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമിങ്ങുകൾ ഉണ്ട് ചെറുപ്പം മുതൽ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അല്ലേ? ഇതൊരു പ്രോഗ്രാമാണ്. 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ ഒരു മനുഷ്യനുണ്ട്. ആ ലിമിറ്റിംഗ് ബിലീഫുകളാണ് ആ മനുഷ്യൻ എന്താ വെച്ചാല് രക്ഷപ്പെടാതെ സ്റ്റക്കാക്കി നിർത്തുന്നത്. ആ ലിമിറ്റിംഗ് ബിലീഫുകളാണ് അയാളെ സ്റ്റക്കാക്കി നിർത്തുന്നത്. ഏതെല്ലാം ലിമിറ്റിംഗ് ബിലീഫുകൾ നിങ്ങൾക്ക് സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ? നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും. ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് 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 ബെറ്റർ. ഇവിടെ എന്നും വീഡിയോയിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് സപ്പോർട്ടിങ് മീ. അപ്പോ പറഞ്ഞു വന്നത് എന്താണ്? 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ ഒരു മനുഷ്യനുണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ വരുന്നത് 3,000-ഓളം ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഈ 3,000-ഓളം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞിട്ടുള്ള അവസ്ഥകളാണ്. ഈ അവസ്ഥകൾ എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയത്തിൽ ഇപ്പോഴും ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ മൈൻഡ് പവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. പക്ഷെ അതിലേറെ ശക്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂള് കൂടിയാണ് എന്ത്? ആരെങ്കിലും മൈൻഡ് പവർ കോഴ്സ് ചെയ്തവരുണ്ടോ? EFT ചെയ്തിട്ടില്ല, പക്ഷേ മൈൻഡ് പവർ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? മൈൻഡ് പവർ കോഴ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. മൈൻഡ് പവർ കോഴ്സിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് വളരെ സ്ലോ ആണ്. എന്നാൽ EFTയിൽ എന്താ വെച്ചാൽ വളരെ പെട്ടെന്നാണ്, ക്യുക്കാണ്, പെട്ടെന്ന് കളി മാറും. EFT അത്രയ്ക്കും പവർഫുൾ ആണ്. നമുക്ക് കോൺസെൻട്രേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ കപ്പാസിറ്റി തിരിച്ചു വരും. മെമ്മറി പവർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? തിരിച്ചു വരും. കാരണം പലപ്പോഴും ഇതെല്ലാം നമ്മളുടെ മനസ്സിനുള്ളിലുള്ള ബ്ലോക്കുകളാണ്. ആ ബ്ലോക്കുകൾ എന്താ വെച്ചാൽ നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. മൈഗ്രെയിൻ ഉണ്ട്, അതെങ്ങനെ തിരിച്ചറിയും? അതെങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്. മൈഗ്രെയിൻ എന്താ വെച്ചാൽ തിരിച്ചറിയുന്നത് വെച്ചാൽ നമ്മൾ അതാ പറയും, നിങ്ങൾ കോഴ്സിലേക്ക് വരൂ, നമ്മളെ പഠിപ്പിക്കാം, കമൻ ജോയിൻ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈഗ്രെയിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കറക്റ്റ് ചിന്തയിലേക്ക് പോകും. എന്നിട്ട് പിന്നെ അതിനെ സോൾവ് ചെയ്യേണ്ട പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരുക. അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യണം. കുറച്ചു നേരം ഇരുന്ന് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് അത് എന്ത് ചെയ്യും? വരും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഹീല് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളുടെ അസുഖങ്ങൾ നമുക്ക് ഹീല് ചെയ്യാം. അപ്പൊ അസുഖങ്ങളെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ പൊതുവെ കാണുന്ന അസുഖങ്ങളുണ്ട്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും, അല്ലെ? ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും എന്ത് നൽകും? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് പലപ്പോഴും സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ അധിക അസുഖങ്ങൾ സ്ട്രെസ്സിൽ നിന്ന് വരുന്ന, നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് അസുഖങ്ങളായിട്ട് മാറുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ അധികം ഉണ്ടാകുന്ന എവിടുന്നാണ്? സ്ട്രെസ്സിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്തെല്ലാം അസുഖങ്ങൾ പൊതുവെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കുറച്ചൊരു എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ട്. അതായത് അസിഡിറ്റി പ്രോബ്ലം, അല്ലെ? അത് സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സ്ട്രെസ്, നമ്മളുടെ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട് ഗട്ടില്. ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറില്. അതിന് ഈ പറഞ്ഞിരിക്കുന്ന ആ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ ബാധിക്കുന്ന തരത്തിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, കുറച്ച് കൂടുതൽ കാലം സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ബാധിക്കും.
അങ്ങനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ടൈപ്പ് അസുഖങ്ങൾ ഉണ്ടാകും? ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, IBS. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്താണ്? IBS ആണ്. IBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റ് പോകാൻ പോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാൻ പോകും. അപ്പോഴൊന്നും ടോയ്ലറ്റ് പോകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റ് പോകാൻ തോന്നുന്ന അവസ്ഥ. ഇത് IBS എന്ന് പറയുന്ന അസുഖമാണ്. ഈ അസുഖം സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇത് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇത് മാത്രമാണ് അൾസർ. വായിലുള്ള പുണ്ണായിക്കോട്ടെ, വയറ്റിലുള്ള പുണ്ണായിക്കോട്ടെ, അൾസർ സംഗതികൾ, പ്രശ്നങ്ങൾ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ഹീലിങ്ങിലൂടെ മാറ്റാൻ പറ്റും. ഇത് മാത്രമാണ് ഇൻഡൈജഷൻ ഇഷ്യൂ, അതായത് ഡൈജസ്റ്റ് ചെയ്യാവുന്നില്ല. ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡൈജഷൻ നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഡയേറിയ, പിന്നെ അതേപോലെ തന്നെ അപ്സെറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന അസിഡിറ്റി ഇഷ്യൂസ്, സംഗതികൾ, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരിക, ഇതെല്ലാം സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നതാണ്. സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഈ പറഞ്ഞിരിക്കുന്നത്, ഇത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ, ചില ഏരിയാസ് മാത്രം പറയുന്നു. അടുത്തത് എന്താണ്? കാർഡിയോ വാസ്കുലർ ഡിസീസ്. കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്. ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ കൂടുക, BP, ഇത് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നതാണ്. നിങ്ങളുടെ പ്രഷറിന്റെ അത് ബ്ലഡ് പ്രഷർ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിങ്ങനെ കാലാകാലം മരുന്ന് കഴിച്ചപ്പോൾ പോകുന്നുണ്ടാവുക പ്രഷറിന്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? EFT ഇതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ സ്ട്രെസ് കുറച്ച് നിങ്ങൾ ഇമോഷണൽ ഫ്രീഡം നേടി നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്ത് കുറച്ച് പണിയെടുക്കണം, പക്ഷെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞിരിക്കുന്ന സംഗതി കുറയ്ക്കാൻ പറ്റും. അതേപോലെ എന്താണ്, വേറെന്താണ്? കൊളസ്ട്രോൾ ലെവൽ, കൊളസ്ട്രോൾ അസുഖങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന EFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കാർഡിയാക് അറസ്റ്റ്, അതായത് പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന സാഹചര്യങ്ങൾ പറയും. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഹീലിങ്ങിലൂടെ, പാനിക് അറ്റാക്സ്, സംഗതികൾ, ഇതൊക്കെ ഫിയറും സ്ട്രെസ്സിൽ നിന്നും വരുന്നതാണ്. സ്ട്രെസ് ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതിന് പാറ്റേൺ ആയിട്ട് മാറും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അവസ്ഥ വരും, അസുഖം വല്ലാണ്ട് ബുദ്ധിമുട്ടാകും, ലൈഫ് വല്ലാണ്ട് ബുദ്ധിമുട്ടാകും. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. പിന്നെന്താണുള്ളത്? ക്രോണിക് പെയിൻ. ചില അസുഖങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ക്രോണിക് പെയിൻ. ഒരുപാട് കാലങ്ങളായിട്ടുള്ള മസിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. സ്ട്രെസ് എന്ത് സംഭവിക്കും? സ്ട്രെസ് ക്യാൻ കോസ് മസിൽ ടെൻഷൻ. ഓരോ ശരീരത്തിലും മസിൽസിലും പേശികളിലും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, സ്റ്റിഫ്നെസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ വല്ലാണ്ട് ഒരു പിടുത്തം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും, പ്രത്യേകിച്ച് ബാക്കിലും നെക്കിലും. കഴുത്തിന് വേദന, പുറം വേദന, കാലിന് വേദന, കാൽമുട്ട് വേദന, കൈകൾക്ക് വേദന, ഇതൊക്കെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന വേദനകളാണ്. ഇത് വല്ലാണ്ട് പെയിൻ ക്രിയേറ്റ് ചെയ്യും. അത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക ബോഡിയിൽ, എന്നിട്ട് എന്താ വെച്ചാൽ പെയിൻ ക്രിയേറ്റ് ചെയ്യും. അത് കറക്റ്റായിട്ട് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? വല്ലാത്ത ക്രോണിക് പെയിൻ ആയിട്ട് അത് മാറും. കാലങ്ങളായിട്ട് മാറാത്ത ഒരു അസുഖമായിട്ട് മാറും. കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാവും. ബോഡി പെയിൻ എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെ സ്ട്രെസ് കൊണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. ഡിപ്രഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടെൻഷനോ ചെറിയ കാര്യമോ അല്ല, അതൊരു അസുഖം തന്നെയാണ്. അപ്പൊ അത് പലപ്പോഴും ഇതിനൊക്കെ ആൾക്കാർ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ പോകും, മെഡിസിൻ കഴിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോകും മെഡിസിൻ കഴിക്കേണ്ടെന്നോ മെഡിസിൻ എതിരായിട്ടോ ഞാൻ സംസാരിക്കുകയല്ല. അതുകൊണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ അതിനൊരു താൽക്കാലിക ആശ്വാസമേ കിട്ടുള്ളൂ. ഇതിന്റെ യഥാർത്ഥ കാരണം സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആണ്. ആ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമേ ഉണ്ടാവുന്നില്ല. വേരോട് കൂടിയിട്ട് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റിയിലേക്ക് വരുമ്പം പ്രോലോങ്ഡ് ഫീലിങ്സ് ഓഫ് സാഡ്നെസ്. ഒരുപാട് കാലത്തോളം നമ്മൾ സാഡ്നെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ, ഹോപ്പ്ലെസ്നെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ, ദിവസങ്ങളോളം, മാസങ്ങളോളം, അതേപോലെ ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ എന്ത് ചെയ്യും? ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് കാലം നമുക്ക് ഒന്നിലും ഒരു താല്പര്യമില്ല, ഒരുപാട് കാലം നമുക്ക് എന്താ വെച്ചാൽ ഹോപ്പ്ലെസ്നെസ് വരിക, സാഡ്നെസ് വരിക, ദുഃഖം വന്നുകൊണ്ടേയിരിക്കുക. നമ്മളിങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും, പ്രയാസത്തിലൂടെ കടന്നു പോവുക. നമുക്ക് വിഷമം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
അത് നമുക്ക് എന്താ വെച്ചാൽ ഡിപ്രഷനിലേക്ക് നയിക്കും, ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് നയിക്കും, പാനിക് അറ്റാക്കിലേക്കും സംഗതികളിലേക്ക് നയിക്കും. പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി ഡിസോർഡറുകളിലേക്ക്, അതേപോലെ തന്നെ ഡിപ്രഷനിലേക്ക് അത് നമ്മളെ നയിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് വെച്ചാൽ അപ്പൊ അവരൊക്കെ എന്താ വെച്ചാൽ അവസാനം പിന്നെ സൈക്യാട്രിസ്റ്റിനെ പോയി കാണും, മെഡിസിൻ കഴിച്ചു കൊടുക്കും. അത് കഴിക്കേണ്ടെന്നോ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്, കാരണം ചിലപ്പോൾ അത് പറ്റിക്കോളന്നില്ല. പക്ഷേ EFT ടെക്നിക്ക് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മോചനം നമുക്ക് നേടാൻ പറ്റും. കാരണം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, റിലീസ് ചെയ്യണം, ഹീൽ ചെയ്യണം. നമ്മൾ കടന്നു പോയിട്ടുള്ള പെയിൻ എന്താ? ഇപ്പൊ ഈ ഡിപ്രഷനോ ആങ്സൈറ്റി ഒക്കെ വന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് ദുരന്തങ്ങളോ വിഷമങ്ങളോ സംഭവങ്ങളോ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അൺകോൺഷ്യസ് ലെവലിൽ ചെറുപ്പത്തിലുള്ള ട്രോമാസ്, പെയിന്, സംഗതികൾ, അങ്ങനെയുള്ള സംഗതികൾ നിങ്ങളിൽ ചില ഡിസോർഡറുകൾ ക്രിയേറ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ദുഃഖം വരുന്നത്, എനിക്ക് എപ്പോഴും ടെൻഷനാണ്, ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുകയാണ്, വെറുതെ ആങ്സൈറ്റി വരികയാണ്, വെറുതെ പേടി വരികയാണ്, എവിടുന്നാന്ന് അറിയില്ല. ഐ മീൻ റൈറ്റ്? ഇതെന്താ വെച്ചാൽ നമ്മൾക്ക് അത്രയും ട്രോമ ചെറുപ്പത്തിൽ അനുഭവിച്ചതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അത് അൺകോൺഷ്യസ് ലെവലിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ ട്രിഗറിങ് എഫക്ട്സുകൾ മതി, അത് നമുക്ക് അൺകോൺഷ്യസ്ലി നമ്മൾ ട്രിഗേർഡ് ആവും, കോൺഷ്യസ്ലി അല്ല. ചില സംഗതികൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ടെൻഷൻസ് വരും. ചെറിയൊരു സിനിമ കണ്ടാൽ മതി, നമുക്ക് വല്ലാണ്ട് ടെൻഷൻ ആവും. ചില സംഗതികൾ കണ്ടാൽ മതി, നമുക്ക് വല്ലാണ്ട് ടെൻഷൻ ആവും. അപ്പൊ അത്തരത്തിലുള്ള സംഗതികൾ എന്താ വെച്ചാൽ അത് നമ്മളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും, നമ്മുടെ മൂഡ്സിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മുടെ ബോഡിയിൽ എന്താ വെച്ചാൽ എനർജി ചേഞ്ച് ആവും. നമ്മുടെ എനർജി ലോ എനർജിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഹയർ എനർജി ഫ്രീക്വൻസി ഉണ്ടാകും. ഹയർ എനർജി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്, സമാധാനം എപ്പോഴും ശരീരത്തിൽ ഫീൽ ചെയ്യാൻ. പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ലെങ്കിലും ഒരു മൂഡ് ഓഫ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഹാപ്പി അല്ല, ഉള്ളിന്റെ ഉള്ളിൽ പീസ് ഇല്ല, ഉള്ളിന്റെ ഉള്ളിൽ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ സമാധാനത്തിലല്ല, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഇതിനെ നമ്മൾ എന്താ വെച്ചാൽ ഇമോഷൻസിന് ഫ്രീ ആക്കുന്ന സംഗതിയാണെന്ന് വെച്ചാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അത് നമ്മൾ എന്താ വെച്ചാൽ അഡ്രസ്സ് ചെയ്തേ പറ്റൂ, ഹീൽ ചെയ്തേ പറ്റൂ. ഹീൽ ചെയ്തിട്ടെന്ന് വെച്ചാൽ പുറത്തു വരണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, അതേപോലെ ഡയബറ്റിക്, അതായത് ഷുഗറിന്റെ പ്രശ്നങ്ങൾ, PCOS അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സംഗതികൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയസ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ബട്ട് നമ്മൾ എന്താ വെച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എങ്കിലും ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള സംഗതി എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. നെഗറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നു, സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അത് ഹോർമോണൽ ഇംബാലൻസിന് ക്രിയേറ്റ് ചെയ്യും. തൈറോയിഡിന്റെ പ്രശ്നം വരുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. ഡയബറ്റിക് ഇഷ്യൂസ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പൊ അത് എന്താ വെച്ചാല് ഇത് വരുന്നത് വെച്ചാൽ ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. കോർട്ടിസോൾ ഒരു ഹോർമോണാണ് അല്ലെ, സെറട്ടോണിൻ ഒരു ഹോർമോണാണ്, ഡോപ്പമീൻ ഒരു ഹോർമോണാണ്, ഓക്സിറ്റോസിൻ ഹോർമോൺ. ഇതൊക്കെ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, ഇത് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നല്ല ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാവുള്ളൂ, കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ. പക്ഷെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്ത് വരുത്തും? സ്ട്രെസ് നമ്മളുടെ ഉള്ളിൽ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇതിൽ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനെ ബാധിക്കും. നമ്മൾ പെയിനിലൂടെ സ്ഥിരമായിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ ബാധിക്കും. അപ്പൊ അതെന്താ വെച്ചാൽ ഹീൽ ചെയ്ത് അത് ക്ലിയർ ചെയ്യും. അത്തരത്തിലുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റും, ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ, അധിക അസുഖം, സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറും, മനോജന്യ രോഗങ്ങളെല്ലാം മാറും. അതായത് സ്ട്രെസ് മൂലമാണ് 99% അസുഖങ്ങളും ഉണ്ടാവുന്നതാണ് പറയുന്നത്. സ്ട്രെസ്സിൽ നിന്നാണ് നമ്മുടെ ബോഡിയിൽ എന്താ വെച്ചാൽ അസുഖങ്ങൾ. അപ്പൊ ആ അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ചില കേസിൽ എന്താ വെച്ചാൽ അസുഖങ്ങളുടെ അവസ്ഥ ഇംപ്രൂവ് ആകും, വളരെ സിവിയറിറ്റി കുറയും, അതിന്റെ തീവ്രത കുറഞ്ഞു വരും. ചിലത് കുറെ സമയം എടുക്കും, പക്ഷെ ഹീൽ ചെയ്ത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവും. പല ടൈപ്പ് ഓഫ് അസുഖങ്ങൾ എന്ന് വെച്ചാൽ മാറുന്നുണ്ട്, പല സ്റ്റോറീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്ന, ഹീൽ യുവർ ബോഡി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്, ലൂയി അൽഹൈ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇവരുടെ ഈ ബുക്ക് നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവര്
ലൂയി അൽഹെ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ആ ബുക്കിന്റെ പേര് തന്നെ ദ മെന്റൽ കോസസ് ഫോർ ഫിസിക്കൽ ഇൽനസ് ആൻഡ് ദ മെറ്റാഫിസിക്കൽ വേ ടു ഓവർകം. അതായത് യഥാർത്ഥത്തിൽ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്, ആ കാരണങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഹീൽ ചെയ്ത് മെറ്റാഫിസിക്കൽ വേയിലൂടെ നമുക്ക് എങ്ങനെ അതിനെ ഹീൽ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഹീൽ യുവർ ബോഡി. നിങ്ങൾ വായിക്കേണ്ട ബുക്കാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ചെറിയൊരു കുഞ്ഞു ബുക്കാണ്. അതിലെന്താ വെച്ചാല് ജസ്റ്റ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഹീലിങ്ങിന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാല് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കണം, അസുഖങ്ങൾക്ക് കാരണമാകുന്നതാണ്. അബ്ഡോമിനൽ ക്രാംസ്, വയറിൽ നല്ല പെയിന് വരിക, ഓക്കെ, അസിഡിറ്റി പോലുള്ളത്. അതിന്റെ കാരണം എന്താ? പേടിയാണ്. ഉള്ളിൽ വല്ലാണ്ട് ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള പേടി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേടി എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പിംഗ് ദ പ്രോസസ്. നമ്മൾ ഇടയ്ക്ക് ചില പ്രോസസ്സുകൾ നിർത്തിവെക്കും. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ജോലികൾ അല്ലെങ്കിൽ നമുക്ക് പ്രൊജക്ടുകൾ തുടരാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ കഴിയാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിയർ മൂലം അതുകൊണ്ട് വയറ്റിൽ എന്തുണ്ടാകും? പെയിന് വരും. മറിച്ച് അവിടെ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ കൊടുക്കേണ്ടത് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്, ഐ ആം സേഫ്. എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്താ വെച്ചാൽ ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എനിക്ക് ഈ പ്രോഗ്രാമുകൾ ചെയ്യാൻ, ഈ ക്ലാസ്സുകൾ ചെയ്യാൻ പലപ്പോഴും എന്താ വെച്ചാൽ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡിലേ വരിക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ എന്നോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വിൽ ഇംപ്രൂവ്, ഐ ട്രസ്റ്റ് ദ പ്രോസസ്. പതിയെ പതിയെ റെഡി ആയിട്ട് വരും, എല്ലാം റെഡി ആയിട്ട് വരും, എല്ലാം റെഡി ആയിട്ട് വരും, ഓക്കെ ആയിട്ട് വരും എന്ന് നമ്മൾ പറയാം. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വേർഡാണ്. അതോടുകൂടി വയറുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് എന്താ വെച്ചാല് ഫിയർ കിടക്കുന്നത് ഇവിടെയാണ്. സ്ട്രെസ്സിലെ ഫിയർ എന്ന് പറയുന്ന സംഗതി കിടക്കുന്നത് വയറ്റിലാണ് നമുക്ക്. അപ്പൊ അതെന്താ വെച്ചാൽ ഫിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വെച്ചാൽ വല്ലാതെ കാളിച്ച് അനുഭവപ്പെടുന്നു, അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഗതികൾ. അപ്പോൾ ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്, ഐ ആം സേഫ്. വേറെന്താണ്? ആക്സിഡന്റുകൾ നമ്മളിലേക്ക് വരുന്നതിന്, ആക്സിഡന്റുകൾ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ കാരണം പറയുന്നത് ഇനബിലിറ്റി ടു സ്പീക്ക് അപ്പ് ഫോർ ദംസെൽസ്. സ്വന്തം നമ്മളിലേക്ക് ഇത് ഈ ബുക്കിൽ പറയുന്നതാണ്. ആക്സിഡൻസുകൾ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിക്കുകൾ പറ്റുക, ഇന്നബിലിറ്റി ടു നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, നമുക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. റിബല്യൻ അഗെയിൻസ്റ്റ് അതോറിറ്റി, റിബല്യൻ അഗെയിൻസ്റ്റ് അതോറിറ്റി. അതായത് നമ്മുടെ സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളെ വല്ലാണ്ട് കൺട്രോൾ ആയിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവര് മൂലം ഉണ്ടായിട്ടുള്ള അവരോടുള്ള പ്രതിഷേധം. ബിലീഫ് ഇൻ വയലൻസ്, അതായത് പ്രതികാരം, അവനൊക്കെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവം നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താ വെച്ചാൽ വിജയിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പ്രതികാരം. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ആക്സിഡന്റുകളിൽ ചെന്ന് ചേരും. അത് ആക്സിഡന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ആക്സിഡൻസ് മാത്രമല്ല, പരിക്കുകൾ സംഭവിക്കുക, ഇഞ്ചുറീസ് സംഭവിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയ പടുകുഴികളിൽ പല സംഗതികളിലും ചെന്ന് ചാടുക. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഐ റിലീസ് ദ പാറ്റേൺ ഇൻ മീ ദാറ്റ് ക്രിയേറ്റഡ് ദിസ് ആൻഡ് ഐ ആം അറ്റ് പീസ്, ഐ ആം വർത്ത് വൈൽ എന്ന വാക്ക് പറയാം. എന്റെ ഉള്ളിൽ ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പാറ്റേണിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ഐ ആം അറ്റ് പീസ്. ഈ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇമോഷണൽ ഫ്രീഡത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. ഇതിലേക്ക് EFT കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് പ്രോഗ്രാമിംഗ് ആയി മാറും, ന്യൂ പ്രോഗ്രാമിംഗ് ആയി മാറും. അതാണ് EFTയിലേക്ക് വരാൻ പറയുന്നത്. വേദനകൾ, ഹെഡേക്ക് ആയിക്കോട്ടെ, ഹെഡേക്ക് വരുന്നതിന്റെ അല്ലെങ്കിൽ ഈ സംഗതികൾ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മൈഗ്രെയിൻ പോലുള്ള സംഗതികൾ. ലോങ്ങിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കൊതിയാണ്. ലോങ്ങിങ് ടു ബി ഹെൽഡ്, കൂടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അതിന്റെ കുറവാണ്. ജീവിതത്തിൽ വേണ്ടത്ര കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പെയിന് വരും. ഐ ലവ് ആൻഡ് അപ്രൂവ് മൈ സെൽഫ്, ഐ ആം ലവിങ് ആൻഡ് ലവബിൾ. ഞാൻ ലവിങ് ആണ്, ഞാൻ ലവബിൾ ആണ് എന്ന ഫീലിംഗ് ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ട്?
മുഖത്ത് കുരുകൾ പൊങ്ങുന്നതിന്റെ ആക്നെ. നോട്ട് അക്സെപ്റ്റിംഗ് ദംസെൽസ്, നോട്ട് അക്സെപ്റ്റിംഗ് ദ സെൽഫ്. സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, സ്വന്തത്തെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഡിസ്ലൈക്ക് ഓഫ് ദ സെൽഫ്. ഐ ആം എ ഡിവൈൻ എക്സ്പ്രഷൻ ഓഫ് ലൈഫ്. അത് സ്വന്തത്തെ ഇഷ്ടമില്ലാതിരിക്കുന്ന ആ ഒരു സ്ട്രെസ് ഉള്ളിലുണ്ടെങ്കിൽ ആക്നെ വല്ലാണ്ട് വരും എന്നാ പറയുന്നത്. മുഖത്ത് അറിയില്ല, കുരുകളും പാടുകളൊക്കെ വരുന്ന സംഗതി. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം എ ഡിവൈൻ എക്സ്പ്രഷൻ ഓഫ് ലൈഫ്. ഞാനൊരു ഡിവൈൻ എക്സ്പ്രഷൻ ആണ് ജീവിതത്തിൽ. ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ് വേർ ഐ ആം റൈറ്റ് നൗ. ഇപ്പൊ ഞാൻ എവിടെയാണോ ഉള്ളത്, എങ്ങനെയാണോ ഉള്ളത്, ആ എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ലവ് ചെയ്യുന്നു എന്ന് നമ്മൾ നമ്മളോട് പറയണം. അത് പറയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, അഡിക്ഷൻസ്, സ്വന്തത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണെന്ന് വെച്ചാൽ അഡിക്ഷൻസ് ഉണ്ടാകും. അതേപോലെ ഫിയർ, പേടി, നോട്ട് നോയിങ് ഹൗ ടു ലവ് മൈസെൽഫ്. സ്വന്തത്തെ എങ്ങനെ സ്നേഹിക്കണം എന്ന് അറിയാതിരിക്കുക, സ്വന്തത്തെ വെറുക്കുക, സ്വന്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെ ഇടയ്ക്കിടയ്ക്ക് എന്താ വെച്ചാൽ ഡിസ്റ്റോർട്ടഡ് സെൽഫ് എന്ന് പറയും. നമുക്ക് നമ്മളെ കുറിച്ച് എന്താ വെച്ചാൽ കൺഫ്യൂഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഞാൻ നല്ലതാണോ, ഞാൻ ഓക്കെ ആണോ, ഓവർ തിങ്കിങ് കൂടിയിട്ടും കൂടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡിക്ഷൻസിലേക്ക് പോകാൻ സാധ്യത. അഡിക്ഷൻസ് എന്താവാം? താൽക്കാലികമായിട്ട് പെട്ടെന്ന് സുഖം കിട്ടുന്ന സ്മോക്കിംഗ് അഡിക്ഷൻസ് ആവാം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആവാം, ഫോൺ അഡിക്ഷൻ ആവാം, സെക്ഷൽ അഡിക്ഷൻ ആവാം, പ്ലഷർ കിട്ടുന്ന എന്തെങ്കിലും സംഗതിയിലേക്ക് പോകും, അഡിക്ഷൻസിലേക്ക് പോകും, അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അഡിക്ഷൻ ആവാം. സോ I am now discover how wonderful I am. I choose to love and enjoy myself. അതിന് പറയേണ്ട വാക്കെന്താണ്? I now discover how wonderful I am. എത്ര ബ്യൂട്ടിയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. I choose to love and enjoy myself. എന്നെ ഞാൻ എൻജോയ് ചെയ്യാൻ, സ്നേഹിക്കാനും ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വേർഡ് നമ്മളോട് പറയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലേക്ക്. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ, ഈ അസുഖങ്ങളൊക്കെ എന്താ വെച്ചാൽ മാറണം. അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറാനാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസുഖങ്ങളൊക്കെ മാറ്റാം. അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള സംഗതികളിൽ ചെന്നപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാനും ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മളോട് സംസാരിച്ചിട്ട് ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഹീൽ യുവർ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പൊ അസുഖങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്? അടുത്തത് വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. സ്ട്രെസ് വല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇൻഫെക്ഷൻസും ഇൽനെസ്സും വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കും. ഇൻഫെക്ഷൻ വരിക, ശരീരത്തിൽ ഇൻഫെക്ഷൻ വരിക. വല്ലാണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരും. ഓക്കെ, അതേപോലെ എന്താ വെച്ചാൽ സ്ത്രീകളിലൊക്കെ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്ന സംഗതികൾ, പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, മറ്റുള്ള രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അസുഖങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ എന്ന് വെച്ചാൽ സ്ട്രെസ് വല്ലാണ്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസും ഇൽനെസ്സും പെട്ടെന്ന് വരും. കാരണം പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ അസുഖങ്ങളും സംഗതികളിൽ നിന്നൊക്കെ മാറാൻ EFT വളരെ നല്ലൊരു ടൂളാണ്. ആ ടൂളിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ വരിക. EFTയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ സ്ട്രെസ് എല്ലാം അതിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മളോട് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാൻ സാധിക്കട്ടെ, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കി എടുക്കാൻ സാധിക്കട്ടെ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻസും ഞാൻ അഡ്രസ് ചെയ്യാൻ റെഡിയാണ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, യു ഹാവ് ക്വസ്റ്റ്യൻസ്?
ഇതിലെന്താ വെച്ചാൽ ട്രോമ ഹീലിംഗ് നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ട്രോമ ഹീലിംഗ് നടക്കുന്നത്, ഞാൻ കുറച്ച് പോയിന്റ്സുകൾ ഇവിടെ പറയാം. EFTയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ, ഫിസിക്കലായിട്ടുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഹീൽ ചെയ്യപ്പെടും. ഇമോഷണൽ ലെവലിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടും. ഇമോഷണൽ ലെവലിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മെച്യൂരിറ്റി വരും, പോസിറ്റീവ് തിങ്കിങ് വർദ്ധിക്കും, ഒപ്റ്റിമിസം വർദ്ധിക്കും, നല്ല അവസരങ്ങൾ കാണാനുള്ള കഴിവ് വർദ്ധിക്കും, സ്പിരിച്വാലിറ്റി വർദ്ധിക്കും, ദേഷ്യം കുറയും, ആങ്കർ കുറഞ്ഞു വരും, നിങ്ങൾക്ക് ഹാപ്പിനെസ് വർദ്ധിക്കും, സക്സസ് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും, അക്സെപ്റ്റൻസ് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും, സമ്പൽ സമൃദ്ധി കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും, പരാജയങ്ങൾ സംഭവിക്കുന്നത് കുറയും, പ്രയാസങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, കൂടുതൽ സമ്പൽ സമൃദ്ധി, കൂടുതൽ നല്ല അവസരങ്ങൾ, കൂടുതൽ നല്ല വ്യക്തികളിലേക്ക് നീങ്ങുന്നു. EFT പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ എനർജി നല്ലോണം വർദ്ധിക്കും, നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, ശരിയായ കാര്യങ്ങളിൽ മാത്രം ഇമോഷൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് ക്ലാരിറ്റി ഓഫ് തോട്ട്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ എന്താ വെച്ചാൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കും, മെമ്മറി കപ്പാസിറ്റി കൂടും, പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി, ടൈം മാനേജ്മെന്റ് സ്കിൽ സെറ്റ്, ക്രിയേറ്റിവിറ്റി ഒക്കെ നന്നായിട്ട് വർദ്ധിക്കും. അതേപോലെ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല ആംബിഷ്യസ് ആയിട്ട് മാറും. മനസ്സിലാകുന്നുണ്ട്? ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സുകളാണ്. ഇതെങ്ങനെയാണ് പിന്നെ ബിലീഫിൽ എങ്ങനെയാ വരിക? നിങ്ങളുടെ ബിലീഫ് ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫായിട്ട് മാറുകയും നിങ്ങളുടെ ഉള്ളിലുള്ള അസുഖങ്ങൾ മാറാൻ സഹായിക്കുന്ന, ഹെൽത്ത് ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന ബിലീഫുകൾ വരും. ഹോപ്പ്ഫുൾനെസ്, ഇപ്പൊ ഡിപ്രഷനൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹോപ്പ്ഫുൾനെസ്സും ഇൻട്രസ്റ്റും ലൈഫിൽ എക്സൈറ്റ്മെന്റും കൂടും, ഒപ്റ്റിമിസം കൂടും, ഓപ്പർച്യൂണിറ്റീസ് കൂടും, സ്മാർട്ട് വർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. എൻ്റെ പഴയ എന്നെ നഷ്ടപ്പെട്ടു അല്ലെ? നമ്മളൊക്കെ കളിച്ചു നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന നമ്മുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, നമ്മുടെ യുവത്വം ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് തമാശകൾ പറഞ്ഞ് ചിരിച്ച് പേടിയില്ലാത്ത, വിഷമമില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു പ്രായമുണ്ടായിരുന്നു. എന്തേ നമുക്ക് പറ്റിയത്? ജീവിതത്തിൽ വന്നു, ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞു, പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടുകളായി, സ്ട്രെസ്സായി, ജീവിത പങ്കാളി തരുന്ന സ്ട്രെസ്, ജീവിതത്തിലെ മക്കളുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള സ്ട്രെസ്, ഇങ്ങനെയുള്ള പല സംഗതികളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ്സുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. വൊമിറ്റിംഗ് ടെൻഡൻസി പ്രശ്നം മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാറും. യാത്ര ചെയ്യുമ്പോൾ മോഷൻ സിക്നസ് എന്ന് പറയും. അതിന് നമ്മൾ ഇരുന്ന് ടാപ്പ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. അപ്പോ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്ക് നമ്മളെ നഷ്ടപ്പെടും. വി ലൂസ് അവർസെൽവ്സ് അല്ലേ? എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്ക് എൻ്റെ പഴയ എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി എങ്ങനെ എന്നെ തിരിച്ചു പിടിക്കും? നമ്മൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ നമ്മളെ തിരിച്ചു പിടിക്കാൻ, നമ്മളെന്ന് പറയുന്ന യഥാർത്ഥ നമ്മളിലേക്ക്, ആ എനർജിയിലേക്ക്, ആ പ്യുവർ എനർജിയിലേക്ക് നമ്മൾ ഇൻസ്പയർഡ് ആവണം. ഇപ്പൊ ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ആ ഇൻസ്പിറേഷൻ എങ്ങനെ കിട്ടുക? മോട്ടിവേഷൻ അല്ല വേണ്ടത്. മോട്ടിവേഷൻ വേറൊരാൾ തരുന്നതാണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ സ്പിരിറ്റ്, നമ്മൾ നമ്മളിലായിരിക്കുമ്പോൾ. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. നമ്മൾ നമ്മളിലായിരിക്കുമ്പോൾ, ആത്മാവിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് ഇൻസ്പിറേഷൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഷാഫി ഇൻസ്പയർസ് എന്ന് പേരിടാനുള്ള കാരണം അതാണ്. ഐ വാണ്ട് ടു ഇൻസ്പയർ യു ഇൻ സ്പിരിറ്റ്. നമുക്ക് നമ്മളായിട്ട് മാറണം. നമുക്ക് സഫക്കേഷൻ വരും. ചെറുപ്പത്തിലൊന്നും വരാത്ത ഒരുപാട് സംഗതികൾ ഇപ്പൊ ഉണ്ട് അല്ലെ? സഫക്കേഷൻ വരിക, ഹെഡ് ഏക്ക് വരിക. നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു പോകാം, ആ ചെറുപ്പകാലത്തേക്ക് തിരിച്ചു പോകാം. ഐ ഫീൽ സഫക്കേഷൻ അറ്റ് ടൈംസ്, ക്യാൻ വി ഹീൽ ദാറ്റ്? യെസ്. സഫക്കേഷൻ ഒക്കെ പെയിൻ ആണ്. സഫക്കേഷൻ ഒക്കെ സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഹീൽ ചെയ്ത് നമ്മളെന്ന് വെച്ചാൽ പ്രോസസ്സിലൂടെ കടന്നുപോയി പഠിച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ
ഹീൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരും. ഡോണ്ട് വറി, വി ക്യാൻ ഡു ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോ എന്താണ് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട നമുക്ക് തിരിച്ചു പിടിക്കണം. ലൈവായിട്ടുള്ള മാനസികമായിട്ടെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നമുക്ക് ശരീരത്തിനല്ല, നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാല് നമ്മുടെ ശരീരം, നമുക്ക് പ്രായമായതല്ല നമ്മുടെ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പലതിനും കീഴടങ്ങി എന്നുള്ളതാണ് പ്രോബ്ലം. നെഗറ്റിവിറ്റിക്ക് കീഴടങ്ങി, പ്രശ്നങ്ങൾക്ക് കീഴടങ്ങി, ഇതിങ്ങനെയാണ് എന്നങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു, അല്ലേ? എന്റെ ലൈഫ് ഇനി ഇങ്ങനെയാണ്, അതിലങ്ങ് വിശ്വസിച്ച് അതൊരു ബിലീഫായി മാറി. എസ്വർണോ, ലൈഫ് ഇങ്ങനെയാണ്, ലൈഫ് നെഗറ്റീവാണ്, ലൈഫിൽ പ്രശ്നങ്ങളാണ്, ലൈഫിൽ ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ്, ഇത് ഇങ്ങനെയാണ്, ഇത്രയും പ്രായമായി, ഇനി ഇങ്ങനെ ഇത് പോകുള്ളൂ. അതായത് ഒരു കീഴടങ്ങല്, ഒരു തോറ്റുകൊടുക്കൽ, അതാണ് സംഭവിച്ചത്. അത് നമുക്ക് എന്താ വെച്ചാല് സ്നേഹം. അപ്പൊ അവിടെ എന്തായി സംഭവിച്ചത്? ഈ തോറ്റുകൊടുക്കൽ എന്താ സംഭവിച്ചത്? സെൽഫ് ലവോട് കൂടിയിട്ടുള്ള, സ്നേഹത്തോടു കൂടിയിട്ടുള്ള അക്സെപ്റ്റൻസ് അല്ല, ആ പ്രശ്നത്തെ സ്വീകരിക്കല്ല ചെയ്തത്, ആ പ്രശ്നത്തിന് കീഴടങ്ങിയേക്കാണ് ചെയ്തത്, സഹിച്ചൊക്കെയാണ് ചെയ്തത്. സഹിച്ചു, അങ്ങോട്ട് സഹിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ ഇനി എന്റെ ലൈഫ് ഇങ്ങനെയാണ്, കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഇനി എനിക്ക് വയ്യ. കുറെ ആൾക്കാർക്ക് എണീക്കാൻ പോലും വയ്യ, എണീറ്റ് ഇരുന്നിട്ട് പഠിക്കാൻ വയ്യ. ഇവിടെ ഇരിക്കുന്ന ഒരു 4 പേരോ 3 പേരൊക്കെ ഇരിക്കുന്ന പോലെ വീഡിയോയിൽ വന്നിട്ട് ഉഷാറായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള മൂഡ് പോലും ഇല്ല. വയ്യ സാറ്, എനിക്ക് വയ്യ, ഞാൻ ആകെ തളർന്നിട്ടാ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അത്തരത്തിലുള്ള രീതിയിലേക്ക് എന്താ വെച്ചാല് എന്തായിട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഊർജം നഷ്ടപ്പെട്ടു, യുവത്വം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാം? ഇതൊക്കെ ലഭിക്കാനാണ് ഇവിടെ വന്നത്. ഇവിടെയും ഇതന്നെയാണോ കേൾക്കണേ, അല്ലേ? അപ്പോ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. യെസ് യു ക്യാൻ ഡു ഇറ്റ്. ഒന്ന് പറഞ്ഞേ, യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ. നെഞ്ചിൽ കൈവച്ചിട്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, എനിക്കറിയാം ആ പ്രശ്നം, എന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. എങ്കിൽ പോലും എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് അത് മാജിക്കലി അത് തിരിച്ചു പിടിക്കാൻ പറ്റും. ആ യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ ഒരു പ്രോസസ്സിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് പറയുമ്പോൾ പോലും എനിക്ക് എന്നോട് സ്നേഹം ഫീൽ ചെയ്യുന്നില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു, ഞാൻ എന്തിനാ ഇത് പറയുന്നത്, എന്താ ഇതുകൊണ്ട് ഉപകാരം, ഇതൊക്കെ വെറും ഒരു പ്രഹസനമല്ലേ, ഇതൊക്കെ വെറും ഒരു കാട്ടിക്കൂട്ടലല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ കൂടെ നിൽക്കുന്നു. എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഐ ലവ് മൈസെൽഫ്. എനിക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഞാൻ എന്റെ ഉള്ളിലുണ്ട്, എനിക്ക് ജീവനുണ്ട്. അതിനർത്ഥം ആ ജീവൻ, അതായത് ഞാൻ എന്റെ ഉള്ളിലുള്ള ജീവന് അതിന് കൊടുക്കേണ്ട സ്നേഹം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കുറവ് കൊണ്ടാണ് എന്റെ ഉള്ളിൽ ഇത്രയും സങ്കടവും വിഷമവും പ്രയാസവും സംഗതികളും ഒക്കെ ഉള്ളത്. ഞാൻ ഒറ്റപ്പെട്ടിട്ടാ ഉള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്നിലേക്ക് ഇനി ഞാൻ നോക്കണം. എന്നെ ഞാൻ കെയർ ചെയ്യണം, എന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം, എന്നെ ഞാൻ സ്നേഹിക്കണം. ആ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ ലവ് മൈസെൽഫ്. അതിനു വേണ്ടിയിട്ട് എന്താണോ ഞാൻ പഠിക്കേണ്ടത് അത് പഠിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണോ, ഏത് കോഴ്സാണോ ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഏതാണോ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഐ വാണ്ട് ടു ഹെൽപ്പ് മൈസെൽഫ്. എനിക്ക് എന്നെ സഹായിക്കണം, എന്റെ അസുഖങ്ങൾ മാറ്റണം, എന്റെ പ്രയാസങ്ങൾ മാറ്റണം. ഐ വാണ്ട് ടു ഹീൽ മൈസെൽഫ്. എന്നെ ഹീൽ ചെയ്യണം. താങ്ക് യു സോ മച്ച്. സ്വയം സ്നേഹം കൊടുത്ത് കമ്പാഷനേറ്റ് ആയിട്ട് സ്വന്തത്തിലേക്ക് തിരിച്ചു വന്ന് അതിലേക്ക് ഫീൽ ചെയ്തിട്ട് പ്രതീക്ഷ കൊടുത്തിട്ട് ആ പ്രതീക്ഷയുടെ
ആ ചെറിയ കനലിന് തിരി കൊളുത്ത് അത് ഊതി കാച്ചി വലുതാക്കി വലിയൊരു പ്രകാശമാക്കി ഉള്ളിൽ നിന്ന് ഒരു വലിയ ഒരു സ്നേഹത്തിന്റെ നന്മയുടെ ഈ ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റിവിറ്റിയുടെ ഒരു എനർജി അങ്ങ് സ്പ്രെഡ് ചെയ്തു പോകുന്ന തരത്തിലേക്ക് നിങ്ങളിൽ നിന്ന് ഊർജം പ്രസരിക്കണം. അത് പുറത്തേക്ക് വരണം. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടും. അത് ചെയ്യുന്നതിലൂടെ ആദ്യ സ്റ്റെപ്പ് അത് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഫീൽ ചെയ്തിട്ട് റെഡി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീല് ചെയ്യപ്പെടും. തിരിച്ചു കിട്ടും നിങ്ങളെ. ആ തിരിച്ചു കിട്ടലിനാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിലേക്ക്. വായു, ലെറ്റ്സ് സ്റ്റഡി ഇൻ ഡെപ്തിൽ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ഹീൽ ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഹീൽ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. യെസ്, വി ക്യാൻ ഡു ദാറ്റ്. വി ക്യാൻ ഗെറ്റ് ബാക്ക് ദാറ്റ് ലൈവ്നെസ്. ആ ഒരു യുവത്വം, ആ ഒരു യൗവനം, ആ ഒരു ഒരു ധൈര്യം, ആ ഒരു ഭീതിയില്ലാത്ത, ടെൻഷനില്ലാത്ത, പ്രയാസമില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, കീഴടങ്ങാത്ത, തളരാത്ത നമ്മളിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ആൻഡ് ഇറ്റ്സ് എ ജേർണി ബാക്ക് ടു യുവർ സെൽഫ്. ഒരുപാട് അകന്നു പോയിട്ടുണ്ട്, സ്വന്തത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തത്തെ തിരിച്ചറിയാൻ പറ്റുന്നു. ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ബ്രിങ് ബാക്ക് ദാറ്റ് ബ്യൂട്ടിഫുൾ യു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വികൃതിയുള്ള, കുസൃതിയുള്ള, ചിരിക്കുന്ന, വാശി എനർജിയുള്ള, തുള്ളിച്ചാടി കളിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കുന്ന ആ ആൾ എവിടെ പോയിടും? എവിടെ പോയിടും? സ്നേഹിക്കാൻ അറിയുന്ന, പ്രണയിക്കാൻ അറിയുന്ന, ചെയ്യുന്ന ജോലികൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, എൻജോയ് ചെയ്ത് ചെയ്യുന്ന, വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, കവിതകൾ എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്ന, പാട്ട് എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്ന, പാട്ട് പാടിയിരുന്ന, എത്ര കാലമായി ഒരു മൂളിപ്പാട്ട് പാടിയിട്ട്? എത്ര കാലമായി മഴയൊന്ന് ആസ്വദിച്ചിട്ട്? എത്ര കാലമായി ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? എത്ര കാലമായി ആസ്വദിച്ചൊരു യാത്ര പോയിട്ട്? ജീവിതം അങ്ങനെ കിടക്കല്ലേ? ഉള്ളത് ചെറുതല്ലേ? അത് ആസ്വദിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? ഉള്ളതിൽ നിന്ന് അല്ലെ, ആ മണ്ണിന്റെ, മഴ പെയ്യുമ്പോ മണ്ണിന്റെ മണം ആസ്വദിച്ച, പുതിയ ബുക്കുകളുടെ പേജുകളുടെ മണം ആസ്വദിച്ച, അല്ലെ, പേജ് ഇങ്ങനെ എടുത്തിട്ട് ആ ആളെവിടെ പോയി? പൂമ്പാറ്റകളെ പ്രണയിച്ച, ചെടികളെ പ്രണയിച്ച, നല്ല വൃത്തിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച, വൃത്തികൾ ഉണ്ടായിരുന്ന, വസ്ത്രങ്ങളൊക്കെ മടക്കി വെച്ചിരുന്ന, അടുക്കം ചിട്ടയുണ്ടായിരുന്ന, ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്ന, സമയത്തിന് കാര്യങ്ങൾ ചെയ്തിരുന്ന, സ്വയം ഇഷ്ടപ്പെട്ടിരുന്ന, സ്വയം സ്നേഹിച്ചിരുന്ന, സ്വയം എനർജി ഫീൽ ചെയ്തിരുന്ന ആ ആളിലേക്കുള്ള ഒരു തിരിച്ചു യാത്ര. അതാണ് EFT. അതാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. യു കണക്ട് ആൻഡ് ബ്രിങ് ബാക്ക് യുവർ സെൽഫ്. So let's go back and find yourself and relive your life. That energy, that fire. അത് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷ വന്നു, നിങ്ങൾക്ക് ഗോളുകൾ വന്നു, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വന്നു, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വന്നു, നിങ്ങൾ പിന്നെയും തിരിച്ചു പിടിക്കുകയാണ്. You got it? You gonna be back, baby. തിരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ന് വെച്ചാല് you are going to live amazing life again. ഇത് പറ്റുമോ? പറ്റും. ഇവിടെ ചില ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കുറെ കേട്ടതാ. ഇത് എന്താ വെച്ചാല് ഇങ്ങനെ പറയാണ്, നമ്മളെങ്ങനെ ഇങ്ങനെ 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 മോട്ടിവേറ്റ് ചെയ്യാണ്, നമ്മളെങ്ങനെ ഇങ്ങനെ 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 കൊതിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ വേറെ വഴി പറഞ്ഞതാ ബ്രോ, അല്ലെങ്കിൽ വേറെ വഴി താങ്കൾ പറഞ്ഞതാ. എന്ത് ചെയ്യണം? ഇതാണ് വഴി. സ്വന്തത്തിലേക്ക് തിരിച്ചു പോവുക, ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു പോവുക.
സ്വന്തം സ്നേഹത്തിലേക്ക് തിരിച്ചു പോവാം. വേറെ വഴിയില്ല, എന്നായിട്ട് വേറെ ഒരു വഴി കാണിച്ചു തന്നു കഴിഞ്ഞാല് അതിട്ട് ഇതൊക്കെ കുറെ കേട്ടതാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് അതൊക്കെ വിട്ടുകള. ബി എ കീഡ്, ബുദ്ധിയുള്ളവനായിട്ട് ഇരിക്കണ്ട. അതിബുദ്ധിമാനാണ് ഏറ്റവും വലിയ, അല്ലേ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂരുള്ള. അപ്പോ അവരെന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, ഷാഫി, ഐ ചൂസ് ടു ബി എ ഹാപ്പി ഡംബ് ആസ് റാദർ ദാൻ എ അൺഹാപ്പി സ്മാർട്ട് ആസ്. അതായത് ദുഃഖിതനായ ബുദ്ധിമാനാവുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം പൊട്ടനായിട്ടുള്ള സന്തോഷവാനാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ദുഃഖിതനായ ബുദ്ധിമാനാവുന്നതിനേക്കാട്ടിലും ഇഷ്ടം സന്തോഷവാനായിട്ടുള്ള പൊട്ടനായിരിക്കുന്ന വിഡ്ഢിയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. സന്തോഷവാനായിട്ടുള്ള വിഡ്ഢിയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾ സന്തോഷവാനായിട്ടുള്ള നമ്മളിങ്ങനെ ബുദ്ധിക്ക് ചിന്തിക്കണ്ട, ലൈഫ് മാനേജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുറെ കാലമായി ബുദ്ധിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഇതാണ് കാരണം, അതാണ് കാരണം. നിങ്ങളുടെ ബുദ്ധി തന്നെയാണ് നിങ്ങളുടെ പല ദുഃഖത്തിനും കാരണം. എസ് ഓർ നോ? എസ് ഓർ നോ? ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ചിന്തിച്ചു കൂടി ടെൻഷൻ ആകുന്നത്. ഭയങ്കരമായിട്ട് ബുദ്ധി കൊണ്ട് ഇങ്ങോട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ സ്മാർട്ടായിട്ട് ഞാൻ അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചാണ്, അങ്ങനെയൊന്നുമില്ല. ലൈഫ് എന്ന് പറയുന്നത് അതൊരു ബുദ്ധി കൊണ്ട് ഫീൽ ചെയ്യേണ്ട സംഗതിയല്ല. ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, ഫീലിങ്സ് കൊണ്ട്, ഇമോഷൻസിനെ ഫീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കളയേണ്ട സംഗതിയാണ്. നല്ല ഹാപ്പി ആയിട്ടുള്ള ഗുഡ് ഇമോഷൻസ്, ഗുഡ് ഇന്റൻഷൻസ്, നന്മയുടെ ഇന്റൻഷൻസിലേക്ക് ചെന്നിറങ്ങി അതിൽ നിന്ന് നന്മ വീണ്ടും പുറത്തേക്ക് എടുത്ത് കൂടുതൽ നന്മ ഫീൽ ചെയ്തിട്ട് നന്മകൾ ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കും നന്മകളിലേക്കും നോക്കി ഹാപ്പിനെസ് കണ്ടെത്തി അതിൽ നിന്ന് തിരിച്ചു വന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കി പതിയെ റെഡിയാവും എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവിലൂടെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. സോ EFT വരിക. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക, അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹൗ വാസ് ടുഡേ സെഷൻ? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ ദിവസം അടിപൊളിയാണെന്ന് അറിയാം, എന്നാലും പറഞ്ഞോളൂ. താങ്ക് യു. ഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരുന്നത് ഇത്രയും നേരം. അപ്പം ലാസ്റ്റ് അവസരം, ഇന്നത്തെ അവസരം ഉപയോഗപ്പെടുത്തുക. EFT വരിക കേട്ടോ. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ വെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പഴയ നിങ്ങളിലേക്ക് തിരിച്ചു പോകാൻ, ആ എനർജി തിരിച്ചു പിടിക്കാൻ, ആ കീഴടങ്ങിയ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ, പുതിയൊരു വാതായനം തുറക്കാൻ, പുതിയൊരു കവാടം തുറക്കാൻ, പുതിയൊരു വഴി തുറക്കാൻ, ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ, ശുഭ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ, സ്റ്റെക്കായി നിൽക്കേണ്ടതില്ല, അതിൽ നിന്ന് അൺസ്റ്റക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ക്ലിയർ ചെയ്തിട്ട്, ഫിക്സ് ചെയ്തിട്ട്, ഹീൽ ചെയ്തിട്ട്, അസുഖങ്ങൾ മാറ്റിയിട്ട്, ഊർജം തിരിച്ചു പിടിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ഈ ഒരു അവസരം. അടുത്ത 10 days, അത് കഴിഞ്ഞിട്ട് 30 days, ടോട്ടൽ 30 days ജേർണിയാണ്. 10 days ക്ലാസ്, ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും, ഒരുപാട് വർക്ക് ബുക്കും പ്ലാനിങ്ങും കാര്യങ്ങളും സംഗതികളുമായിട്ട് എ ന്യൂ ക്ലാരിറ്റി, എ ന്യൂ ബിഗിനിങ്, എ ന്യൂ ഹീൽ. ട്രോമാസ് ഹീൽ ചെയ്ത് അതിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, കം എൻജോയ്. മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് അവരോട് പറയാം. EFT is a blessing every time. മോസിന പറയുന്നു. യെസ്, വെരി ഗുഡ്, എക്സലന്റ് ക്ലാസ് ആണെന്ന് പറയുന്നു അബ്ദുള്ള സാർ. പറയും സൂപ്പർ, താങ്ക് യു, വണ്ടർഫുൾ ക്ലാസ്. നിത്യ പറയുന്നു താങ്ക് യു. നമ്മൾ എന്തിനാ ഈ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നത്തിങ് ബട്ട് നമ്മളുടെ എനർജി അവയർനെസ് കൂട്ടാൻ. നിങ്ങൾ എന്തിനാ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? അവയർനെസ് കൂട്ടാനും. എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലെ? ഉപകാരം ഉണ്ടോ ക്ലാസ്സിലേക്ക് ഇരിക്കുന്നതുകൊണ്ടില്ലേ? ഇന്നത്തെ ഒരു ദിവസം പോകാനുള്ള ചാർജ് കിട്ടും, ഇന്നത്തേത് നാളത്തേക്ക് പിന്നെയും നാളെയും കിട്ടും. ഓരോ ദിവസം ഇവിടെ വന്നിട്ട് 6 മണിക്ക് 6:30 വന്നിട്ട് ഇരുന്നിട്ട് എന്താ വെച്ചാൽ ഇഞ്ചക്ഷൻ തരികയാണ് എല്ലാ ദിവസവും. ഇമോഷണൽ പോസിറ്റീവിന്റെ സിറിഞ്ചിൽ വെച്ചിട്ട് വെച്ചാൽ ഇഞ്ചക്ഷൻ ആണ്. ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ചാർജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോകും. അതെന്താ വെച്ചാൽ അവയർനെസ്സിന് എപ്പോഴും നമുക്കെന്ന് വെച്ചാൽ ഒരാൾ നമുക്ക് തരാനുണ്ടെങ്കിൽ, അവയർനെസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവയർനെസ് വരും. റൈറ്റ്? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഇന്നത്തെ കോഴ്സ് ആരംഭിക്കുകയാണ്. ആ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുള്ള, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം.
സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്, ആ കോൺഫിഡൻസിലാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെന്താണ് ബാക്കി എന്താ വിശേഷം? നമ്മുടെ അടുത്ത ഹീലിംഗ് സെഷൻ ഉണ്ട് 7:30. അപ്പൊ അതിനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ആരെങ്കിലും സംശയിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ജോയിൻ ചെയ്യാൻ, നിങ്ങൾ പറയുന്ന എക്സ്പീരിയൻസ് EFT കോഴ്സ് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഉപകാരപ്പെടും. ഉപകാരപ്പെടും. സാർ, ഞാൻ EFT 2 വർഷം മുമ്പ് ചെയ്തതാണ്. ഭയങ്കര അത്ഭുത റിസൾട്ടുകളാണ്. 2 വർഷം മുമ്പ് ചെയ്തു, പക്ഷെ അതിന്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയിരുന്നു. സാറിന്റെ ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ കോഴ്സിൽ അന്ന് ചെറിയ രൂപത്തിൽ EFT അവസാനത്തിൽ ഇങ്ങനെ തന്നിരുന്നു. അന്നാണ് എനിക്കൊന്ന് ശരിക്കും ക്ലിക്കായി കുറച്ച് ക്ലാരിറ്റി കിട്ടിയത്. അതിനുശേഷം കഴിഞ്ഞ മീറ്റപ്പിൽ ഒന്നുകൂടി കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടി. സാറിന്റെ ക്ലാസ് ആണ് കറക്റ്റ് ആയിട്ട് എനിക്ക് EFT എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നത്. ഏതായാലും ഭയങ്കര റിസൾട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊതുവെ ഭയങ്കര മടിയനായിരുന്നു, അതുപോലെ എല്ലാ വിഷയത്തിലും ബാക്കായിരുന്നു. ഇപ്പോ എന്റെ വീട്ടുകാർ തന്നെ പറയുന്നു ഭയങ്കര അത്ഭുത മാറ്റങ്ങളാണ് സംഭവിച്ചത്. എല്ലാ വിഷയത്തിലും ഒരുപാട് മാറ്റം. മൊത്തത്തിൽ ഹാപ്പി ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നത്, ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഷാഫി സാറെ ക്ലാസ്സിൽ നിന്നാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടിയത്. ഒരു വ്യക്തത മനസ്സിലായത്, എന്താണ് EFT എന്റെ പിന്നിൽ എന്താ ശരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന എല്ലാവരും ചെയ്യാം. ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ചെയ്യണം. ഒരു സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അത്ഭുത റിസൾട്ടുകളായിരിക്കും. എനിക്കും എന്റെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ചെയ്യാൻ തന്നെ ഉണ്ട്. അത്രയും എന്ത് പ്രശ്നമാണ് മാറിയത് ആഫീസ്? എനിക്ക് സ്ഥിരമായിട്ട് ജലദോഷത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് തണുപ്പ് കാറ്റ് കൊണ്ടാല് പെട്ടെന്ന് ജലദോഷം വരുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏകദേശം ഫുൾ ഗ്യാസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറി. ഈ ജലദോഷത്തിന്റെ അത് ഞാൻ 2 വർഷം മുമ്പ് തന്നെ മാറ്റം വന്നുപോയി. അങ്ങനെ ഒരുപാട് മരുന്ന് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഏതായാലും EFT വെച്ചിട്ടാണ് അത് പൂർണ്ണമായിട്ട് മാറിപ്പോയത്. പിന്നെ അതിന്റെ ശേഷം അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്ര തണുപ്പ് കൊണ്ടാലും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഇപ്പൊ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും മാറ്റങ്ങളുണ്ട്. നിർബന്ധമായിട്ട് എന്തായാലും ചെയ്യാം. ഒരു നിലക്കും നഷ്ടാവില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് സാമ്പത്തിക ചെറിയ പ്രയാസമുള്ള സമയത്തായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഒരിക്കലും നഷ്ടമായില്ല. കാരണം അത്ര എന്റെ ജീവിതത്തിൽ വലിയൊരു ഉപകാരപ്പെട്ട ഒരു കോഴ്സ് ആയിട്ടാണ് EFT എനിക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളത്. പല കോഴ്സുകളും മുമ്പ് പല മോട്ടിവേഷൻ ക്ലാസ്സുകൾ പലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ EFT ഭയങ്കര സംഭവം തന്നെയാണ്. ഭയങ്കര പവർഫുൾ ആണ്. നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യാം. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് ഫീഡ്ബാക്ക്. ഇത് ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകും. അപ്പൊ ആരെങ്കിലും സംശയിച്ച് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതേപോലെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആഫീസിന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫില്, ആഫീസിന്റെ ഒരു ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ്, ഫീൽ എന്താണ്? ഒരു പ്രതീക്ഷയാണോ? എന്താണ് ഫീൽ കിട്ടുന്നത്? പ്രസന്റും ഭാവിയും എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല പ്രതീക്ഷയാണ്. ഇപ്പൊ ഗോൾ സെറ്റിംഗും കാര്യങ്ങളും ആ രൂപത്തിലൊക്കെ ചെയ്ത്, മറ്റത് ഞാൻ പറ്റ മടിയനായി, എന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെടുന്നുള്ള രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പണ്ട് മുതലേ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നടക്കൂല, ഇനി അതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് EFTക്ക് ശേഷം നല്ല പ്രതീക്ഷയും വലിയ മാറ്റങ്ങള്, ഒരുപാട് ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഉള്ളത്. ഒരുപാട് നേട്ടങ്ങൾ ഇപ്പൊ തന്നെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പല വിഷയങ്ങൾക്കും ബ്ലോക്കുകളും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇമോഷണലായിട്ട് പല കാര്യമായിട്ട് പല വിഷയങ്ങളും അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ നടന്ന 1-2 കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും സിമ്പിൾ ഫീൽ ചെയ്തിട്ടുള്ള മിറക്കിൾസ് നടന്നതായിട്ട്, എന്താണ് ഒരു മിറക്കിൾ പോലെ ഫീൽ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നടന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? പലതും ഞാൻ ഇങ്ങനെ പറയാൻ പെട്ടെന്ന് എനിക്ക് പല വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പല പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ആളുകളോട് സംസാരിക്കുന്ന വിഷയം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതൊക്കെ മാറ്റം വന്നു. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടി. നല്ല ഹാപ്പിനെസ് ആണ്. വളരെ എൻജോയ് ചെയ്ത്. മറ്റേ ഞാൻ ടീച്ചറാണ്. അപ്പോൾ ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ പെട്ടെന്ന് ഭയങ്കര വൈകാരികമായിട്ടൊക്കെ ഉള്ള രൂപമായിരുന്നു. അപ്പൊ അതൊന്നുമല്ല, നല്ല മാറ്റങ്ങള്. കുട്ടികളോട് വളരെ സ്നേഹത്തിലും വളരെ ശാന്തമായിട്ട് പൊതുവെ മൊത്തത്തിൽ ഹാപ്പി എന്നുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും ഇനി കുട്ടികൾക്ക് ട്രോമ ഇനി എന്തായാലും ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്ത്, അല്ലേ? അതെ അതെ അതെ. എന്തായാലും നല്ലൊരു അധ്യാപകനായിട്ട് ജീവിതത്തിലെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നേടാൻ കഴിയട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ.
ഭാഗമാവാൻ കഴിഞ്ഞതിൽ, EFT-യിലൂടെയും ഇതിലൂടെയും എനർജി കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ, EFT ഒന്നും കൂടെ വ്യക്തമായിട്ട് നമ്മുടെ സെഷനിൽ വന്നപ്പോഴാണ്, അതാണ് പലരും പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതി ശരിക്കും വ്യക്തമാകുന്ന സാറിന്റെ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. എന്താ എങ്ങനെയാന്നുള്ളതിന്റെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാറിന് എനിക്ക് മനസ്സിലാകുന്ന സാറിന് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും ബാക്കിയുള്ള ആളുകൾക്ക്. എന്തായാലും സാറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് ഹാഫിസ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷം എല്ലാവർക്കും. ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. ഇന്ന് ഹീലിംഗ് ഉണ്ട്. നമ്മളുടെ കോഴ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള ഹീലിംഗ് ആണ്. നിങ്ങളും വരിക. നിങ്ങൾക്ക് ഇതേപോലെ സ്പെഷ്യൽ ഹീലിംഗ് നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണ്, ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോൾ. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ലെറ്റ്സ് എക്സ്പീരിയൻസ്, ലെറ്റ്സ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. എവറിത്തിങ് ഈസ് വെരി ക്ലിയർ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം മറക്കാതെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ചാറ്റിലൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ടീം നമ്പേഴ്സ്. അത് എന്ത് ചെയ്യുക, ചാറ്റ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്പർ എടുത്തിട്ട് വിളിക്കുക 8086880775 എന്ന നമ്പറിലേക്ക്. താങ്ക് യു എവറി വൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. Thank you, sir. You're welcome. Thank you so much. Thank you, sir. Thank you, sir. Thank you. Very effective class. Thank you so much. Thank you, sir. Thank you very much. Thank you. You're welcome. You're welcome. Thank you.